ചെന്നൈയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ ബൈക്ക് യാത്ര അങ്ങനെ ഇന്ത്യയുടെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ്. ധനുഷ്കോടിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് 19 കിലോമീറ്റർ ആണുള്ളത്. രാവിലെ 6:30 മുതൽ വൈകുന്നേരം 5:30 വരെ നമുക്ക് ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആയിരിക്കും. രണ്ട് വശങ്ങളിലും കടലും അതിന് നടുവിലൂടെയുള്ള ഈ റോഡിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എത്ര സുന്ദരമാണെന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയുന്നില്ല. ഇവിടേക്ക് എപ്പോഴും ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. രാമേശ്വരം അമ്പലത്തിന് മുന്നിന്നാണെങ്കിലും ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവിടേക്ക് ബസ് സർവീസൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ ബസ് സർവീസൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ വരെ ഇവിടേക്ക് വന്നിരുന്നവർ കടൽ തീരത്തുകൂടെ വാനിലാണ് വന്നിരുന്നത്. ആ സമയത്തുള്ള വാനിലുള്ള യാത്രകളൊക്കെ ചെയ്തവർക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. 2016 ഈ റോഡിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് വരെ വാനിലും ജീപ്പിലുമായിട്ട് വരുന്നവരുടെ എണ്ണമായിരുന്നു അധികം. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് ധാരാളം ചെറിയ ഓലപ്പുരകൾ കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിൽ കാണുന്നതാണ് പണ്ടത്തെ പ്രതാപ നഗരമായിരുന്ന ധനുഷ്കോടി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള യാത്ര ഭയങ്കര രസമാണ്. കാരണം ഒരു വളവോ തിരിവോ ഒന്നുമില്ല, നേരെയാണ് പോകുന്നത്. അപ്പുറം ഇപ്പുറമായിട്ട് കടൽ തന്നെയാണ്. ഇടതുവശത്ത് കാണുന്നത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇവിടുത്തെ ആൾക്കാർ ബംഗാൾ ഉൾക്കടലിലെ പെൺകടൽ എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തെ ആൺകടൽ എന്നാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ പൊതുവെ ശാന്തമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രം മിക്കപ്പോഴും പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. രണ്ട് കടലുകളുടെ നടുവിലൂടെ ഇങ്ങനെയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ധനുഷ്കോടിയുടെ സൗന്ദര്യം ടൂറിസത്തോടൊപ്പം തന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് സിനിമ മേഖലയാണെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ ധനുഷ്കോടി. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് സിനിമ ഒക്കെ ഇവിടെ വെച്ച് ധാരാളം ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. പിന്നെ മണിരത്നം എന്ന സംവിധായകൻ്റെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കണ്ണത്തിൽ മുത്തമിട്ടാൽ ധനുഷ്കോടിയുടെ സൗന്ദര്യം ശരിക്കും തന്നെ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റു പല ചിത്രങ്ങളിലും ഈ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മലയാളത്തിലെ മായാനിധി, ഗൗതമിൻ്റെ രഥം തുടങ്ങി പല സിനിമകളിലും ഈ ഒരു പ്രദേശമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ എത്തി. കുറച്ച് ദൂരത്തായിട്ടാണ് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കുള്ള സമയമാണ്. വൈകുന്നേരം ആയ എന്ന് പറഞ്ഞാൽ പോലും നല്ല തിരക്കും ആൾക്കാരും ഒക്കെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ദേ ഇവിടെ ധനുഷ്കോടി എന്ന നമ്മുടെ ഇന്ത്യയുടെ അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഒരു മുനമ്പാണിത്. ചുറ്റും കടലാണ്. രണ്ട് കടലുകൾ സംഗമിക്കുന്ന ഒരു പോയിന്റാണിത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു അറ്റത്ത് അല്ലെങ്കിൽ രണ്ട് കടലുകൾ സംഗമിക്കുന്ന ഈ ഒരിടത്തെ അരിച്ചിൽ മുന എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ കടലിലെ സൗന്ദര്യം കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള നല്ല തിരക്കിൽ തന്നെയാണ്. വൈകുന്നേരം ആണെങ്കിലും തിരക്കിനൊട്ടും കുറവില്ല കേട്ടോ. പിന്നെ ധനുഷ്കോടി എന്ന പേര് വന്നതിനെ പറ്റിയിട്ട് ധാരാളം കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രാവണനിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കാനായിട്ട് ലങ്കയിലേക്ക് യാത്ര തുടങ്ങിയ ശ്രീരാമൻ ഇവിടെ എത്തിയ ശേഷം തൻ്റെ ധനുസ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലമായതുകൊണ്ടാണ് ധനുഷ്കോടി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ ലങ്കയിലേക്ക് പോകാനായി ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് രാമസേതു എന്ന പാലം എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. നമ്മൾ രാമസേതു എന്ന് വിശേഷിക്കപ്പെടുന്ന ആ പാലം മാർക്കോ പോളോ എന്ന സഞ്ചാരി ഇതേ പാലത്തെ ആദംസ് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന കടലിൽ പൊങ്ങിക്കിടക്കുന്ന പ്രത്യേകതരം കല്ല് ഉപയോഗിച്ചാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും സാറ്റലൈറ്റ് ഇമേജുകളിലൊക്കെ ലഭ്യമാണ്. ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കടലിൻ്റെ അടിയിലുണ്ടെന്നുള്ളതിന് തെളിവായിട്ട് ആ ഇമേജുകളൊക്കെ നമുക്ക് ലഭിക്കും. ശ്രീലങ്കയിലെ ജാഫ്ന ഡിസ്ട്രിക്റ്റിൻ്റെയും ഇന്ത്യയിലെ തമിഴ്നാടിൻ്റെയും ഇടയിലുള്ള കടലിടുക്കാണ് മുൻപിൽ കാണുന്ന പാക് കടലിടുക്ക്. ഈ റോഡിന് നടുക്കായിട്ട് ഒരു അശോകസ്തൂപം നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ആ പടിയുടെ മേലെ നിന്നുകൊണ്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. മൂടലില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്നാൽ ശ്രീലങ്കയിലെ തലൈമാന്നാർ എന്നുള്ള സ്ഥലം കാണാമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും 16 കിലോമീറ്റർ മാത്രമേ ശ്രീലങ്കയിലേക്ക് ദൂരമുള്ളൂ. പലപ്പോഴും ഇവിടെ വരുന്നവർക്ക് ശ്രീലങ്ക കാണാനായിട്ട് ബൈനോക്കുലറും ടെലസ്കോപ്പും ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ വൈകുന്നേരം നല്ല വൈകിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പണ്ട് ഇവിടെ നിന്ന് എന്നും ശ്രീലങ്കയിലേക്ക് ജങ്കാർ സർവീസുകൾ ഉണ്ടായിരുന്നു. ഇൻഡോ സിലോൺ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ നേരിട്ട് ധനുഷ്കോടി വരെ എത്താൻ കഴിയുമെന്നും പിന്നെ അവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിയുമെന്നും ആയിരുന്നു പണ്ടത്തെ ഒരു കാര്യങ്ങൾ. നമ്മുടെ അഭിമാനമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ പിതാവായ ജൈനുലുദ്ദീനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ബോട്ടുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു. 1980കളിൽ ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ഒരുപാട് ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾ ഇവിടേക്ക് കടൽ കടന്നെത്തിയിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അതുപോലെ വരികയും തമിഴ്നാട്ടിൽ അഭയം നേടുകയും ചെയ്തെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഭൗമ പ്രതിഭാസങ്ങൾ എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് രാവിലെ 6-ന് മുൻപും വൈകിട്ട് 5-ന് ശേഷവും ആരെയും ഇവിടെ അങ്ങനെ നിൽക്കാൻ അനുവദിക്കാറില്ല. ഇനി നമ്മൾ പോകുന്നത് ഗോസ്റ്റ് വില്ലേജ് എന്ന് തമിഴ്നാട് സർക്കാർ തന്നെ മുദ്ര കുത്തിയ ധനുഷ്കോടിയിലെ പ്രേത നഗരത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ പ്രേതനഗരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കപ്പെടുന്ന ഉപേക്ഷിക്കപ്പെട്ട പഴയ ധനുഷ്കോടി പട്ടണത്തിൻ്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീലങ്കയിലേക്ക് പോകാനായി 10,000 വന്നിറങ്ങിയ ഒരു ചെറിയ പട്ടണമാണിത്.
ഈ തുറമുഖ പട്ടണത്തിനായിരുന്നു ഒരു കാലത്ത് രാമേശ്വരത്തേക്കാൾ പുരോഗതി എന്നത് എല്ലാവരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളങ്ങനെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് സൈഡിലൂടെ അങ്ങനെ നടന്നു പോവാണ്. ഈ സൈഡുകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ധാരാളം കടകളുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ധാരാളം ക്രാഫ്റ്റ് ശംഖ് വെച്ചിട്ടുള്ള ധാരാളം ക്രാഫ്റ്റ് വർക്കുകളും ഓർണമെൻറ്റ്സും സാധനങ്ങളും എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വെള്ളവും ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് ബോട്ടിൽ വാട്ടർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ പ്രേത നഗരത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നഗരം പ്രേത നഗരമായതെന്ന് നമുക്ക് നോക്കാം. 1964 ഡിസംബർ 22 ഉണ്ടായ ഒരു വലിയ ചുഴലി കൊടുങ്കാറ്റാണ് ഈ അവസ്ഥയ്ക്ക് പിന്നിൽ. ധനുഷ്കോടിയെ ആഞ്ഞടിച്ച കൂറ്റൻ തിരമാലകൾ ഈ നഗരത്തോടൊപ്പം തന്നെ 1000-ഓളം ആളുകളെയും വിഴുങ്ങിക്കളഞ്ഞു. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. 2 കടലുകൾ സംഗമിക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ് ധനുഷ്കോടി. ബംഗാൾ ഉൾക്കടൽ പൊതുവെ ശാന്തമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രം മിക്കപ്പോഴും പ്രക്ഷുബ്ധമാണ്. എന്നാൽ ശാന്തമായിരിക്കുന്ന അതേ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് ഈ ആപത്ത് ഉത്ഭവിച്ചത് എന്നത് ചരിത്രത്തിലെ വലിയ അത്ഭുതം തന്നെയാണ്. 1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാനിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത്. ശ്രീലങ്കയിലെ പല പ്രദേശങ്ങളും തകർത്തെറിഞ്ഞ് 22 രാത്രി മണിക്കൂറിൽ 250 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ ഈ തുറമുഖപ്പട്ടത്ത് കാറ്റും തിരമാലയും ആഞ്ഞടിച്ചു. കണക്കുകൾ പ്രകാരം 1800 പേരാണ് മരിച്ചത്. എന്നാൽ 3000-ഓളം പേരെ കാണാതായി. അങ്ങനെ ഭാരതത്തിന്റെ തന്നെ വിലാപ നഗരമായി മാറിയ ധനുഷ്കോടിയിൽ നിന്നും പതിയെ ആളുകൾ മാറി തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും ഭൗമ പ്രതിഭാസങ്ങൾ സംഭവിക്കാവുന്ന ഇടത്തു നിന്നും ആളുകൾ മാറി താമസിക്കാൻ തുടങ്ങി. പല കെട്ടുകഥകളും ഈ സ്ഥലത്തെക്കുറിച്ച് പരന്നു. പലരും ഭയന്ന് ഈ സ്ഥലം വിട്ടുപോയി. ഒടുവിൽ സർക്കാർ ഈ സ്ഥലം വാസയോഗ്യമല്ലെന്ന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ഇത് ഗോസ്റ്റ് ടൗൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെയുള്ളതെല്ലാം തന്നെ തകർന്നടിഞ്ഞു. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ബാക്കി ഈ കാണുന്നതെല്ലാം തന്നെ. ആ ചരിത്രാവശിഷ്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മളുടെ ഈ നടത്തം. പഴയ പട്ടണത്തിൻ്റെ കസ്റ്റംസ് ഓഫീസിൻ്റെയും ഫിഷറീസ് ഓഫീസിൻ്റെയും സ്കൂളിൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആ പഴയ ദേവാലയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ പോലും സുന്ദരമായ ഒരു ദേവാലയമാണത്. കടലിൽ നിന്നുള്ള ശംഖുകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും പവിഴപ്പുറ്റുകൾ കൊണ്ടും പണി കഴിക്കപ്പെട്ട ഒരു മനോഹരമായ ദേവാലയമാണത്. പ്രകൃതി വില്ലനായി മാറിയതുകൊണ്ടാണ് ഇത് പ്രേത നഗരമായി മാറിയത്. 2004 സുനാമിക്ക് മുൻപായി കടൽ 500 മീറ്റർ ഉൾവലിഞ്ഞുവെന്നും ആ സമയത്ത് കടലിനടിയിൽ പഴയ നഗരത്തിന്റെ പല ഭാഗങ്ങളും കാണാമായിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ളതെല്ലാം തകർന്നടിഞ്ഞിട്ടും തകരാതെ നിന്നത് ധനുഷ്കോടിയിലെ കോദണ്ഡരാമർ ക്ഷേത്രം മാത്രമാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇതിനു മുൻപ് ഇട്ട വീഡിയോയ്ക്കകത്തുണ്ട്. അത് കാണാത്തവരൊന്ന് കാണാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഗോസ്റ്റ് ടൗണിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കടലിനിടയിലുള്ള യാത്ര അതിമനോഹരമാണ്. അങ്ങനെ പോയിരുന്ന വഴിക്കാണ് കേട്ടോ സൈഡിൽ ഇതുപോലെ ഒരു പ്ലേസ് കണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം. ഇവിടെ കുറേ പേര് ഇറങ്ങി ബീച്ചിലൊക്കെ കളിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ടാക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ.